നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതി ദിലീപ് നിരപരാധിയാണെന്ന വാദം ആവർത്തിച്ച് രാഹുൽ ഈശ്വർ. കേസിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തുതന്നെയായാലും കേസിൽ വിധി വരുമ്പോൾ മാധ്യമങ്ങൾ ദിലീപിനോട് മാപ്പ് പറയേണ്ടി വരുമെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത് ശരിയായ തീരുമാനമാണ്. എനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ കൂടുതൽ താൽപര്യം പ്രോസിക്യൂഷനാണെന്നാണ്. വിധിക്ക് ശേഷമാണ് സിബിഐ അന്വേഷണം വരുന്നതെങ്കിൽ പോലീസുകാരിൽ ചിലർ ചെയ്ത കള്ളത്തരങ്ങൾ വെളിയിൽ വരുമായിരുന്നു. അത്തരം കാര്യങ്ങൾ തടയുന്നതിനു വേണ്ടിയായിരിക്കും പ്രോസിക്യൂഷൻ സിബിഐ അന്വേഷണത്തെ എതിർത്തതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. സി ന്യൂസ് മലയാളത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് നമ്മുടെ നാട്ടിൽ സ്വതന്ത്ര വ്യവഹാരം നടത്താൻ സാധിക്കുന്നുവെന്നത് വേദനാജനകമായ കാര്യമാണ്. ദിലീപ് കൊടുത്ത ഹർജിയിൽ സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് ഇന്നുണ്ടായത്. എന്തുതന്നെയായാലും ഉടൻ തന്നെ കേസിലെ വിധി ഉടൻ വരുമെന്നാണ് പ്രതീക്ഷ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണ്. അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കേസിലൂടെ ദിലീപിനെ കൊടുക്കാൻ പല മാധ്യമങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. ഒടുവിൽ വിധി വരുമ്പോൾ ദിലീപേട്ടാ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ള മാന്യത അവർ കാണിക്കണമെന്നാണ് അപേക്ഷിക്കാനുള്ളതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. ഒരു മനുഷ്യനെ ഒരു കാര്യവുമില്ലാതെ 80 ദിവസം ജയിലിൽ പിടിച്ചിട്ടു, വർഷങ്ങളോളം വേട്ടയാടി. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധി വരുമ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ള മാന്യത മാധ്യമങ്ങൾ കാണിക്കണം. നമ്മളൊക്കെ ഇവിടെ തന്നെ ജീവിക്കാൻ പോകുന്ന ആളുകളാണല്ലോ. അതുകൊണ്ട് തന്നെ 1-2 ദിവസത്തിനിടെ എല്ലാം നമുക്ക് കാണാമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് സിബിഐ അന്വേഷണമെന്ന ആവശ്യം ദിലീപ് ഉയർത്തുന്നതെന്ന നിരീക്ഷണത്തോടെ നടന്റെ ആവശ്യം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, പി കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കേസിലെ സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിൽ സിബിഐ അന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു ദിലീപിന്റെ വാദം. എന്നാൽ എട്ടാം പ്രതിയുടെ ആവശ്യം സർക്കാർ ശക്തമായി എതിർത്തു. കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും പ്രോസിക്യൂഷൻ വാദം അവസാനിച്ചെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. സിബിഐ അന്വേഷണമെന്ന ആവശ്യം കഴിഞ്ഞ് 6 വർഷമായി ഹർജിക്കാരൻ താൽപര്യത്തോടെ ഉന്നയിച്ചിട്ടില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. സിബിഐ അന്വേഷണമെന്ന ആവശ്യം തള്ളിയെങ്കിലും സിംഗിൾ ബെഞ്ചിന്റെ ചില പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന ആവശ്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു. 2019-ലാണ് സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യമായി ദിലീപ് ആദ്യമായി കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ സിംഗിൾ ബെഞ്ച് ഹർജി തള്ളി. ഇതിന് പിന്നാലെയാണ് പ്രതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ദിലീപിന്റെ ഹർജി പരിഗണിച്ച ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. കേസിൽ 2017 ഏപ്രിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും ലൈംഗികാതിക്രമം പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തില്ലെന്നും ഇത് കണ്ടെത്തുന്നതിനായി അന്വേഷണം വേണമെന്നും പ്രതി ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിയായ ഒരാൾക്ക് സിബിഐ അന്വേഷണം ആവശ്യപ്പെടാനാകുന്നത് എങ്ങനെയെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം.